നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു ചാനലിനെ കുറിച്ചാണ്. മറുനാടൻ ഷാജൻ സക്രിയ അദ്ദേഹത്തിൻ്റെ ചാനലിനെ കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോണത്. എനിക്ക് യൂട്യൂബിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഷാജൻ കറിയ. അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ, അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹം ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോകൾ വരുമ്പോഴും നമ്മളത് കാണും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഭയമില്ല, എന്ത് കാര്യം വെട്ടി തുറന്ന് പറയും. ഒരാളെ നിന്ന് 10 പൈസ അല്ലെങ്കിൽ ഒരു കൈക്കൂലി മേടിച്ചുകൊണ്ടോ ഒരാളെ നിന്ന് എന്തെങ്കിലും പാരിതോഷികം പ്രതീക്ഷിച്ചിട്ടോ അയാളൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹം തനി വഴി എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം കണ്ടത് പച്ചയ്ക്ക് അത് ആരെന്ത് ചെയ്താലും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു മടിയില്ലാത്ത ആളാണ്. മമ്മൂട്ടിക്ക് ക്യാൻസർ എന്ന ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിനാണ് എന്തെല്ലാം ആക്രമിച്ച ആൾക്കാർ. മമ്മൂട്ടിയുടെ ആരാധകർ കയറി ആക്രമിച്ചു, മറ്റുള്ള ആൾക്കാരെ ആക്രമിച്ചു, അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞിട്ട് റീത്ത് വെച്ചു, എന്തെല്ലാം അംഗങ്ങൾ അദ്ദേഹം അനുഭവിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞതല്ല അവസാനം എല്ലാവരും അംഗീകരിച്ചത്. അപ്പോൾ ഇദ്ദേഹം അതുപോലെ തന്നെ ഓരോന്ന് എടുത്തു പറയാൻ വെച്ചാൽ കുറേ ഉണ്ട്, ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ചങ്കൂറ്റമുള്ള, സത്യസന്ധതയുള്ള, ആത്മാർത്ഥതയുള്ള നല്ലൊരു പത്രപ്രവർത്തകനാണ് മിസ്റ്റർ മറുനാടനിലെ ഷാജൻ കറിയ. അദ്ദേഹത്തെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ തമാശ അതല്ല, അദ്ദേഹം അന്വേഷണ ബുദ്ധിയിൽ അദ്ദേഹത്തിൻ്റേതായുള്ള കണ്ടുപിടുത്തങ്ങൾ കൂടെ ഒരുപാട് വാർത്തകൾ കൊണ്ടുവന്ന് നമുക്ക് തരുന്നുണ്ട്. ആ വാർത്തകളൊക്കെ വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ മറ്റുള്ള യൂട്യൂബേഴ്സ് കട്ടെടുത്ത് അവരത് വീഡിയോ ആക്കി ഇടും. അപ്പോൾ മറ്റുള്ള ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ പരിപാടി എന്താണ്, ആ മറുനാടൻ ചാനലിൽ ഷാജൻ സക്രിയ സാറ് എന്താ പറയുന്നോ അത് അപ്പം തന്നെ വീഡിയോ ആക്കുക. അല്ലാണ്ട് അവർക്ക് സ്വന്തമായിട്ട് കണ്ടൻറ്റ് കണ്ടെത്താനോ ഒരു അന്വേഷണ ബുദ്ധിയൊന്നും അവർക്കില്ല. ഇദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ ചാനലിലെ വീഡിയോകളും കട്ടെടുത്ത് അത് അവർ വീഡിയോ ആക്കി ഇട്ടിട്ട് ജീവിക്കുന്ന ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു മാവിൻ്റെ മുകളിൽ കുറേ ഇത്തിക്കണ്ണിയുണ്ട്. ആ മാവിൻ്റെ നീര് ഊറ്റി കുടിച്ചിട്ടാണ് ആ ഇത്തിക്കണ്ണികൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അതേപോലെ തന്നെ ഷാജൻ സക്രിയയുടെ മറുനാടൻ ചാനലിൽ വരുന്ന വാർത്തകൾ അടർത്തി മാറ്റി ആ നീര് കുടിച്ചുകൊണ്ട് കുറേ ഇത്തിക്കണ്ണികൾ യൂട്യൂബിലുണ്ട്. പറയുമ്പോൾ വിഷമമുണ്ട്. അവർക്കൊക്കെ നിങ്ങൾക്ക് ഈ ഷാജൻ സക്രിയേക്കാളും വലിയ ഒരു പത്രാധിപനാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ നിങ്ങൾ അന്വേഷണ ബുദ്ധി വേണം. നിങ്ങൾ ഈ ഓരോ വാർത്തകൾ കണ്ടെത്തണം, അതിനുള്ള സോഴ്സ് കണ്ടെത്തണം, എന്നിട്ട് നിങ്ങൾ കണ്ടൻറ്റ് ഉണ്ടാക്കണം, എന്നിട്ട് നിങ്ങൾ വീഡിയോ ആക്കിയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അപ്പോഴല്ലേ അതിൻ്റെ ഒരു മെറിറ്റുള്ളൂ. ഇത് ഷാജൻ സക്രിയ സാർ ഒരു വീഡിയോ ഇട്ടാൽ, രാത്രിയിലൊരു വീഡിയോ ഇട്ടാൽ നേരം വെളുക്കുമ്പോഴേക്കും യൂട്യൂബ് ചാനലിൽ സകല ചാനലുകാരും അതിൽ നിന്ന് അടർത്തി കൊണ്ടുപോയി കട്ടെടുത്ത് വീഡിയോ ആക്കി കൊണ്ടുവന്നിടും. അപ്പോൾ അത് വളരെ ഒരു മോശം പ്രവണതയാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിനെ പോലുള്ള ഒരു വലിയൊരു പത്രപ്രവർത്തകന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഇതുപോലെ തന്നെ താങ്കൾ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ മുഖം നോക്കാണ്ട് നിങ്ങൾ ചാനലിൽ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോട്ടെ. അത് നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. താങ്കളുടെ ശൈലി നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. താങ്കളുടെ സംസാര ശൈലി നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. താങ്കളെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നിരുന്നാലും താങ്കളുടെ വീഡിയോ ഇങ്ങനെ കട്ടെടുത്ത് കൊണ്ട് വീഡിയോ ചെയ്യുന്ന ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ ഞാനും ചില വിഷയങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ ചാനലിൽ മുഴുവൻ നമ്മൾ കമ്പി കഥകളും മറ്റേ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ ഇടുന്നത്. പക്ഷേ നമ്മളിത് കാണുമ്പോൾ നമ്മളതിനെപ്പറ്റി വീഡിയോ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഷാജൻ സക്രിയയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ചാനലിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.